പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയുന്നത്, കൊടുക്കുന്ന എത്ര ചെറിയ വളമാണെങ്കിൽ പോലും അത് നഷ്ടപ്പെടാതെ ചെടി കൃത്യമായി അത് വലിച്ചെടുത്ത് അതിനെ ഉപയോഗപ്പെടുത്തി അതിൻ്റെ വിളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു രീതിയെക്കുറിച്ചാണ് കേട്ടോ. അതായത് നമ്മൾ വെറുതെ ഇങ്ങനെ നട്ടിട്ട് തടം തുറന്നാണ് കിടക്കുന്നതെങ്കിൽ കൊടുക്കുന്ന വളവും വെള്ളവും ഒന്നും അതിന് ഉപയുക്തമാവത്തില്ല. അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഇതെൻ്റെ കോവലാണ്. ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞില്ലേ, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ 2-3 വലിയ കോവലുണ്ടെന്ന്. ഇതിൽ നിന്നാണ് ഞാൻ മുറിച്ച് തണ്ടുകൾ കൊണ്ടുവയ്ക്കാറ്. ഇതിപ്പോൾ മുറിച്ച് നിർത്തിയിട്ട് പിന്നെ രണ്ടാമത് കയറ്റി വയ്ക്കണതാണ് കേട്ടോ. ഇപ്പോൾ കയറ്റിയതാണ്, പക്ഷേ അത് കായ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. മറ്റേ ആദ്യം കാണിച്ച ആ കോവലിൻ്റെയൊക്കെ കൂടെ ഉള്ളതാണ്. പക്ഷേ അതിൽ കായ് പിടിക്കുന്ന മുമ്പ് തന്നെ ഈ മുറിച്ച് വിട്ടതിൽ പടർന്ന് കയറിയിട്ട് കായ് പിടിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, പിച്ചാറായില്ല, പിടിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ കോവലിൻ്റെ ചുവട്ടിൽ വളവും വെള്ളവും നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഐഡിയ ഇങ്ങനെയാണ്. ഇതുപോലെ തുണ്ട്, അതുപോലെ ചിരട്ട, അങ്ങനെയുള്ളതെല്ലാം 4 വശം ഇത്തിരി അകലം വിട്ടൊരു വലിയ തടം പോലെ കൂട്ടുമേ. എന്നിട്ട് അതിനുള്ളിൽ കച്ചിലോ ചകിരിച്ചോറോ ചവറുകളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ട് നിറയ്ക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചാണകപ്പൊടി ആയാലും വളമായാലും എന്ത് തന്നെ ഇട്ട് കൊടുത്താലും കുറച്ച് മേൽമണ്ണും കൂടി അതിനോടൊപ്പം വിതറിയിട്ട് വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കുന്നുണ്ടോ, ഒരുപാട് വളം കൊടുക്കുന്നുണ്ടോ, യാതൊരു കാര്യവുമില്ല. കാരണം നിങ്ങളിപ്പോൾ അധികം വളമോ വെള്ളമോ കൊടുത്തെന്ന് വെച്ചാൽ അത് ഒറ്റയടിക്കൊന്നും ഈ ചെടി വലിച്ചെടുക്കത്തൊന്നുമില്ല. ഓരോ ദിവസവും അത് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള വെള്ളമോ വളമോ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ചപ്പോൾ നല്ല കിളിർത്തത് കയറും, പെട്ടെന്ന് നല്ല വിളവ് കിട്ടും, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. അതാണ് എൻ്റെ അനുഭവം. കാരണം ഇതിനാവശ്യമുള്ളത് മാത്രമേ വെള്ളമായാലും വളമായാലും അത് എടുക്കുകയുള്ളൂ. അപ്പോൾ ചെറിയ അളവിലേ വെള്ളവും വളവും കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പൊതയൊക്കെ ഇടുന്നത് എന്തായാലും ഇത് ഈ തണ്ടിൽ തട്ടാൻ പാടില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണേ. എന്നുവെച്ചാൽ അത് നിന്നിട്ട് ഈർപ്പം തട്ടിയാൽ തണ്ടിലെപ്പോഴും ഈർപ്പം തട്ടി തണ്ട് അഴുകിപ്പോവും. വേറെ കുഴപ്പമൊന്നുമില്ല. അതങ്ങ് വേറെ ഒന്നും കൊണ്ടല്ല അങ്ങനെ പറയുന്നത്. ചെടി നശിച്ചു പോവും, തീർച്ചയായിട്ടും നശിച്ചു പോവും. അതുകൊണ്ട് തണ്ടിലോട്ട് തട്ടി ഈ പൊതയും ഒന്നും ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ അത് മാറ്റിയാണ് ഇട്ടിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഏത് ചെറിയ വളം കൊടുത്താലും എത്ര ചെറിയ അളവിലുള്ള വളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള വളങ്ങൾ കൊടുക്കുക. ഇന്നിപ്പോൾ ചാണകപ്പൊടിയാണ് ഇട്ടത്. ചാണകപ്പൊടി ഇട്ട് മണ്ണും മേളിൽ തോറ്റിയിട്ടിട്ടുണ്ട്, അത് വിതറിയിട്ടിട്ടുണ്ട്, വെള്ളം ഒഴിക്കും. എന്നിട്ട് ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ പച്ച ചാണകം കലക്കിയിട്ട് ആ ചാണകത്തെളിയായിരിക്കും ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ സൂപ്പർ മീൽ എന്ന് പറഞ്ഞൊരു ജൈവവളം ഉണ്ട്. ആകപ്പാടെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് ഉപയോഗിക്കുന്ന ജൈവവളം അതാണ്. ആ സൂപ്പർ മീൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് ചെയ്യുന്നത്, പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ചാമ്പൽ കൂടെ ഇട്ട് ഞെവിടി ചേർത്ത് അതായിരിക്കും ഇട്ട് കൊടുക്കണം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വളങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നാൽ അവയ്ക്ക് ആവശ്യമുള്ള ഒരു മൂലകങ്ങളും നഷ്ടപ്പെടാതെ തന്നെ അവയ്ക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതെല്ലാം തന്നെ വലിയ അളവിൽ ചേർത്ത് പെട്ടെന്നങ്ങ് കായ്ച്ച് മറിയൊന്നുമില്ല. അതിൻ്റെ ആവശ്യത്തിനുള്ള വളമേ അതെടുക്കൂ. അപ്പോൾ ഒരു മിതമായ അളവിൽ തന്നെയാണ് വളവും കൊടുക്കേണ്ടത് കേട്ടോ. അത് നിങ്ങളെപ്പോഴും മനസ്സിലോർത്തോണേ. ഒരുപാട് വളവും വെള്ളവും കൂടെ ഒന്നിച്ച് കൊടുത്തുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇത് കണ്ടോ, ഇതെല്ലാം ഇതിൻ്റെ അടിയിൽ കരിയിലും പുതയിട്ടിട്ടാണ് നട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളമായാലും വളമായാലും അവരാവശ്യത്തിനുള്ള അതിൻ്റെ ചുവട്ടിൽ കിടക്കി അവർക്ക് ആവശ്യാനുസരണം അവർ ഉപയോഗിക്കും. കുറേശ്ശേ ഇതൊക്കെ എടുക്കുകയുള്ളൂ. ഒരുപാട് വെള്ളം കിടന്നാൽ വേരൊക്കെ ചീഞ്ഞിട്ട് പെട്ടെന്ന് ഈ വാട്ടരോഗം പോലുള്ള അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരും. ഇതെൻ്റെ കോവൽവന്തലയും കാണിച്ചതന്നെ. അതിൻ്റെ തൊട്ടടുത്താണ് ഈ വെണ്ടയും ഈ കണ്ട ഈ പാവലും നിൽക്കുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ നിർത്തിയിരിക്കുന്നതിന് കാരണമെന്ന് വെച്ചാൽ, ഈ കോവൽ എന്തായാലും പടർന്ന് കയറി പന്തൽ നിറയുന്നത് വരെയും താഴോട്ട് വെയിൽ കിട്ടും. അപ്പോൾ ഈ വെണ്ടയ്ക്ക് ആവശ്യത്തിനുള്ള വെയിൽ കിട്ടും. ഒരുപാട് സ്ഥലം വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നട്ടത്. ഇപ്പോൾ കോവൽ പന്തലിൻ്റെ അടിയിലാണ് വെണ്ട നട്ടിട്ടുള്ളത്. ഞാൻ അങ്ങോട്ടുമൊക്കെ നട്ടിട്ടുണ്ട്. അതേപോലെ ആ പാവൽ അതിൻ്റെ മൂട്ടിൽ തന്നെ കണ്ടോ. അപ്പോൾ ഒറ്റയ്ക്കുള്ള വളവും തന്നെ ഇതിനെല്ലാത്തിനും ഉപയോഗിക്കാം. ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയൊരിക്കലൊക്കെ വെള്ളവും വളവും കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെ കുറവും വരത്തില്ല. എന്നിട്ട് പന്തൽ കണ്ട ഈ പന്തലിലോട്ട് തന്നെയാണ്, ഈ കോവലിൻ്റെ ഇതേ പന്തലിലോട്ടാണ് ഞാൻ ഈ പാവലും പടത്തി വിടാൻ ഉദ്ദേശിക്കുന്നത്. പാവലൊക്കെ പെട്ടെന്ന് അങ്ങ് പോകുമല്ലോ. ഒരു സീസണിൽ അവർക്കൊരു ആയുസ് അങ്ങനെ ഒരിതുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു വളർന്ന് പൂവും കായുമായിട്ട് ആ കായ് മൂപ്പെത്തി കഴിഞ്ഞാൽ കുറച്ച് കായ് കിട്ടും, ആ ചെടി അങ്ങ് നശിച്ചു പോകും, അത്രയേ ഉള്ളൂ. പക്ഷേ കോവലെന്ന് പറയുന്ന വിള അങ്ങനെയല്ല. അത് നമുക്ക് എന്തായാലും നമ്മൾ മുറിച്ചൊക്കെ നിർത്തിയതിന് ഒരു 4-5 വർഷക്കാലം വിളവ് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനും ഞാൻ മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കണക്ക് വളരെ എളുപ്പത്തിലുള്ള ഒരു പന്തലാണ് യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കൊണ്ടുള്ള നെറ്റിൻ്റെ
പന്തലാണ് ഇട്ടേക്കുന്നത്. 4 വശവും മരങ്ങളിൽ വലിച്ച് കെട്ടിയിട്ട് അതിന്മേലാണ് ഞാൻ ഈ കോവൽ പടർത്തി വിടുന്നത്. 100 രൂപയ്ക്ക് മേടിച്ചതാണ് ഈ നെറ്റ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ പ്രാവശ്യവും വള്ളി കയറി അങ്ങ് പടരുമ്പോൾ അതാത് വർഷം ഈ കോവൽ ഞാൻ മുറിച്ച് നടാറുണ്ട്. ഇതിപ്പോൾ 2-3 കൊല്ലമായ കോവലാണ് കേട്ടോ. എന്നാലും ധാരാളം കായ്ഫലത്തിനൊന്നും യാതൊരു കുറവുമില്ല. അപ്പോൾ അതാത് വർഷം മഴയ്ക്കൊക്കെ മുൻപായിട്ട് ഇതിനെ മുറിച്ച് നിർത്തും. മുറിച്ച് പടർന്ന് കയറും. അപ്പോഴും ചിലപ്പോൾ ഈ നല്ല രീതിയിൽ കോവൽ നിൽക്കുന്ന സമയത്ത് പന്തൽ ചിലപ്പോൾ താന്നു വരും. അതിനെ നമ്മളൊന്ന് വലിച്ച് ഒന്നുകൂടെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി. പെട്ടെന്നൊന്നും ഈ പന്തലിന് യാതൊരു കുറവും യാതൊരു പ്രശ്നവും സംഭവിക്കില്ല കേട്ടോ. കണ്ട ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇവിടെ മുളകും കണ്ട അതിൻ്റെ 4 ചുറ്റും ചിരട്ട വെച്ചിട്ട് തടം പോലെ ആക്കിയിട്ടുണ്ട്. ഇത് മുളകിനും അങ്ങനെ തന്നെ ഇതുണ്ട്. ഒരു മൂട് പച്ചമുളകാണ് ഇവിടെയും കണ്ടോ പൊതയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തൊണ്ട് വെച്ച് 4 വശം അടുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ വെള്ളവും വളവും മിസ്യൂസ് ആവത്തില്ല, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിനി നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോന്നിനും വെള്ളവും വളവും കൊടുക്കുമ്പോൾ ഒരുപാടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത് അവർ കറക്റ്റായിട്ട് അത് വലിച്ചെടുക്കുക. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തടം പോലെ എടുത്തു കൊടുക്കുക. എന്നിട്ട് അതിനുള്ളിൽ തൊണ്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ച് തടം. വേറൊന്നിനുമല്ല, ഇതെല്ലാം കൂടെ അല്ല ചേമ്പലപ്പുറത്ത് പോലെ അങ്ങ് ഒലിച്ച് പോവാതിരിക്കുക. ഒന്നും നിന്നിട്ടിപ്പോൾ നമ്മൾ തടയണ കെട്ടൂലേ തോട്ടിലൊക്കെ, എന്തിനാണ് വെള്ളം ഓടിപ്പോണ വെള്ളം ഒന്ന് നടന്നു പോകാൻ വേണ്ടി. അപ്പോൾ കുറച്ചൊന്ന് മണ്ണിൽ താരും. ആ പറയുന്നത് കണക്ക് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. എന്ന് വെച്ചാൽ വെള്ളം ഓടി അങ്ങ് 4 വശവും പോകാതെ വെള്ളമായാലും വളമായാലും ഒത്തിരി അവിടെ നിന്ന് അവർ വേരത് വലിച്ചെടുക്കുന്ന ഒരു സാവകാശം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ 4 വശവും ഇങ്ങനെ തടം പോലെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമോ, അങ്ങനെ ശ്രമിച്ചു നോക്കിയാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാമല്ലോ. ശരി, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു.